ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിൽ നെടുമുടി വേണു, ശ്രീനിവാസൻ, ജഗദീഷ്, സുകുമാരി, മുകേഷ് എന്നിവരുടെ സൂപ്പർ ഹിറ്റ് കോമഡി. अरे ओ मीनू, आ गया तुम्हारा मास्टर जी. हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ. आइए आइए आइए, इधर बैठना. इधर ബൈട്ടോന് അതെന്തോന്ന് ബൈട്ടോനൊക്കെ ഇപ്പൊ സമയമില്ല. എന്നാ അറിയാവുന്ന ഭാഷ പറയാം. ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടാണ്. മീനു ഉള്ളത് പറയണമല്ലോ, എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? ആർക്കാ അച്ഛാ പരിഭവം? ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ? വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടിയൊന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്നാ? അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ, എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്? തൊലച്ചു. തൊളച്ചെങ്കിൽ പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും ഉണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല. എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ മോളെ? ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രയുള്ളോ? നല്ല 1-ാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം. ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. ടീച്ചറായിരിക്കും. അയ്യോ അമ്മേ, അയ്യോ. ടീച്ചർ, ഇത് മാസ്റ്റർ. അയ്യോ, ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, 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 അച്ഛ ടീച്ചർ വിളിക്കുന്നു. അച്ഛാ, അച്ഛന് നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേഗം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു.
അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛന് വേറൊരു നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ ആ, വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. ഏ മേജർ സാറേ, മേജർ സാറേ, വരൂ നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ, കഷായം വയറ്റുവേദനയ്ക്ക്. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ച് വരുമ്പോ കൊടുത്തേക്കൂ. മീശയ്ക്കോ? വയറ്റുവേദനയോ? ചേടാ മൂത്രം ഒഴിച്ചോ മോനെ? ഒഴിച്ചു. ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. മോൻ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വിവാഹം കഴിച്ചു. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണ്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. എങ്ങനെ? അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാണ്. അയാളുടെ മുഖത്ത് നോക്കി 10 ചീത്ത വിളിക്കണം. അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ആണോ? ആ, ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണോ മാമ? മാമ മോ ഉറപ്പ്. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുതരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോട്ടെ? വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിക്കും. വിളി. നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുള്ളേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? ഏതാ 2 തടിമാടന്മാരകത്തിരുന്ന് വിലസണം. നിനക്കൊന്നും കൺട്രോൾ ചെയ്യാൻ വയ്യ. താനക്ക് എന്തൊരു ഭയമായിരുന്നു. നിന്നോട് ആര് പറഞ്ഞു വീടിനകത്ത് കയറി വരാൻ? ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. നീ കുടിച്ചിട്ടുണ്ടോ? ചേട്ടാ, എന്താ ചേട്ടാ ഈ കേൾക്കുന്നതൊക്കെ? അറിയാം, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. ആണുങ്ങൾ കയറി പിടിക്കും. സ്നേഹമുള്ള ഭാര്യ ഞാൻ കൂടി നിർത്തുകയും ചെയ്യും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയണ. നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുസ്തി പിടിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ കഥം പറയണേ? ഏടാ നിന്റെ ഭാര്യയിൽ നിന്ന് എഴുതി കലക്കൂടാ പട്ടി. നിന്നെ കൊന്നാലും ഒരു മനുഷ്യനെ കൊന്നതായിട്ട് പടിയെ കണ്ടുപോകുന്നു. നിന്നെ പുറത്തു വെച്ച് കണ്ണുള്ള പുറത്താക്കണ്ടാ. ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓഹോ, പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. എപ്പോൾ?
നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി ഉദിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്കിനി എന്തെങ്കിലും വേണോ? ഒരു സ്മാൾ കൂടി. ഒരു